വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മാനിൽ നിന്ന് നാസിമാണ്. സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു എ സീരീസ്. ഈ ഒരു എ സീരീസിന്റെ ഭാഗത്ത് നിന്നും രണ്ട് മൊബൈൽ ഫോൺ ലോഞ്ച് ആയിരിക്കുകയാണ്. മാർച്ച് 11-ാം തീയതിയാണ് ലോഞ്ച് ആയിരിക്കുന്നത്. A35 5G ആൻഡ് A55 5G എന്ന് പറയുന്ന രണ്ട് മൊബൈൽ ഫോൺ ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള A55 5Gയുടെ സ്പെക് ആൻഡ് റിവ്യൂ ആണ്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് സാംസങ് ഇത്തവണ A55 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ലാസ്റ്റ് ഇയറിലെ സ്മാർട്ട് ഫോൺ രംഗത്ത് ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെട്ടുള്ള സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ സാംസങ്ങിന്റെ എ സീരീസ് തന്നെയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലില് മിഡ് റേഞ്ചിൽ അത്യാവശ്യം നല്ല സ്പെക്കോട് കൂടിയാണ് ഈ പറയുന്ന എ സീരീസ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. ഇത്തവണ സാംസങ് A55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. നമ്മളെപ്പോഴും വീഡിയോ തുടങ്ങുന്ന പോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് തുടങ്ങാം. 6.6 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്ന 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ആകുന്ന HDR10+ സപ്പോർട്ട് വരുന്ന 1000 നിറ്റ്സിന്റെ HBM വരുന്ന ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ സാംസങ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ കോറിംഗ് ഗറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഗ്ലാസ്സിൽ വന്നിരിക്കുന്നത്. ബാക്ക് പാനലിലെ കോറിംഗ് ഗറില്ല ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫ്രെയിം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. ഏകദേശം 213 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ആയിട്ട് സാംസങ് നൽകിയിരിക്കുന്നത്. A55 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ OS-ലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 1 UI 6.1 ആണ് വരുന്നത്. അതേപോലെ Android 14 വരുന്നത്. ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. എല്ലാ ആളുകളും എക്സിനോസിനെ എപ്പോഴും കുറ്റം പറയുന്ന ആളുകളാണ്. പക്ഷേങ്കിൽ ഇത്തവണ S24-ലും S24+ വന്നിരിക്കുന്ന എക്സിനോസിന്റെ ചിപ്സെറ്റില് യാതൊരു വിധത്തിലുള്ള കുറ്റവും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ലാഗോ ബഗ്ഗോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മൊബൈൽ ഫോൺസിന്റെ ഈ ഒരു എക്സിനോസ് ചിപ്സെറ്റില് വന്ന് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന ചിപ്സെറ്റ് ബെറ്റർ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൊബൈൽ റിലീസ് ആയതിനു ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ സാംസങ് 7 കൊല്ലത്തെ OS അപ്ഡേറ്റും അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം 7 കൊല്ലത്തേക്കുള്ള അപ്ഡേഷൻസ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 3 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. 8/128, 8/256, 12/256 ഈ ഒരു 3 വേരിയന്റിലായിരിക്കും വരുന്നത്. ഡ്യുവൽ നാനോ സിം നമുക്ക് ഇതിൽ സപ്പോർട്ട് ആണ്. ഡ്യുവൽ നാനോ സിം സപ്പോർട്ട് ആണെന്ന് പറയുമ്പോൾ കൂടി ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് തരുന്നത്. ഒരേ സമയം നമുക്ക് ഒരു നാനോ സിമ്മും മെമ്മറി കാർഡോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം കാർഡും മെമ്മറി കാർഡും യൂസ് ചെയ്യാം. 2 സിം കാർഡും മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിം കാർഡ് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എല്ലാവരും എ സീരീസിൽ കാത്തിരിക്കുന്നത് ഇതിന്റെ ക്യാമറയിലേക്കായിരിക്കും. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. 1.8 അപ്പറേച്ചർ ആണ് വരുന്നത്. ഓട്ടോ ഫോക്കസും OIS-ഉം സപ്പോർട്ട് വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. 2.2 ആണ് അപ്പറേച്ചർ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലെ മൂന്നാമത്തെ ക്യാമറ ആയിട്ട് വരുന്നത് 5 മെഗാ പിക്സലിന്റെ 2.4 അപ്പറേച്ചർ വരുന്ന ഒരു മാക്രോ ലെൻസ് ആണ്. നമുക്ക് LED ഫ്ലാഷ്, പാനോരമ, HDR ഇതെല്ലാം സപ്പോർട്ട് വരുന്നുണ്ട്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ് A55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. 180 30 FPS 60 FPS നമുക്ക് EIS സപ്പോർട്ട് കൂടി ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും സാംസങ് A55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ 26mm വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. 2.2 ആണ് അപ്പറേച്ചർ വരുന്നത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. 180 ബാക്ക് ക്യാമറ ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് 30 FPS-ലും 60 FPS-ലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും A55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ സാംസങ് നൽകുന്നുണ്ട്. സാംസങ് A55 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മൊബൈലിലും കണ്ടുവരുന്നത് പോലെ തന്നെ 3.5mm ഒരു ഓഡിയോ ജാക്ക് നമുക്ക് വരുന്നില്ല. ബ്ലൂടൂത്തിന്റെ 5.3 ആണ് വരുന്നത്. അതേപോലെ തന്നെ NFC സപ്പോർട്ട് ആണ്. Type-C 2.0 OTG ആണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. 25 വാട്ടിന്റെ വയർഡ് ചാർജിംഗ് സെറ്റപ്പും വരുന്നുണ്ട്. സാംസങ് A55 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ കളർ വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 4 കളർ വേരിയന്റിലാണ് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആകാൻ പോകുന്നത്. ഐസ് ബ്ലൂ, ലീലാക്ക്, നേവി, ലെമൺ ഈ ഒരു 4 വേരിയന്റിലാണ്
കളർ വേരിയന്റ് ആയിട്ട് സാംസങ് നമുക്ക് വേണ്ടി പറയുന്നത്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്കായിരിക്കും. നോർമലി സാംസങ്ങിന്റെ എ സീരീസ് വരുമ്പോൾ പ്രൈസ് ഇറങ്ങുന്ന റിലീസ് ആകുന്ന സമയത്ത് കുറച്ച് ഹൈ പ്രൈസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത്തവണ ഏകദേശം 35,000-നും 38,000 രൂപയ്ക്കും ഇടയിലാകാം ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാംസങ്ങിന്റെ ഒരു എ സീരീസ് ഇത്രത്തോളം സ്പെസിഫിക്കേഷനോട് കൂടി വരുന്നത് ബെറ്റർ ചോയ്സ് തന്നെയാണ്. സാംസങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു മിഡ് റേഞ്ചിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് സാംസങ് A55 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.